എല്ലാവരും ഓടി വന്നത് എന്തിനാണെന്നുള്ളത്. സോ ഹിയർ ഈസ് അവർ നിധിപ്പെട്ടി. ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ, ഞാനുമാണ്. ആൻഡ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ആരുടെങ്കിലും ഒക്കെ വീട്ടിൽ പോകുമ്പോൾ ബൈ ചാൻസ് അവിടുത്തെ എന്താ പറയാ ഉടമസ്ഥർ എന്ന് വെച്ചാൽ നമ്മൾ പരിചയമുള്ളവരൊക്കെ ആയിരിക്കും, ആന്റി അങ്കിൾമാര്. അവര് പോയിട്ട് പറയും മോൻ തന്നെ പോയി എടുത്തോ ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം. അപ്പൊ നമ്മളത് തുറന്ന് എന്തായാലും നോക്കാറില്ല അതിനകത്ത് വേറെ എന്തൊക്കെയുണ്ട്. സോ യെസ്, അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് അത് തന്നെയാ കാണിക്കാൻ പോണത്. വാട്ട്സ് ഇൻ മൈ ഫ്രിഡ്ജ്, നമ്മുടെ ഫ്രിഡ്ജിന്റെ ഈ ഒരു ഫ്രിഡ്ജിന് ഞാൻ ഒരു ബാക്ക് സ്റ്റോറി പറയാം. അപ്പൊ നമ്മള് എല്ലാ ഇലക്ട്രോണിക്സും മേടിക്കാൻ പോയ സമയത്ത് അപ്പനോട് പറഞ്ഞു സിംഗിൾ ഡോർ മതി എന്നുള്ളത്. അതിനകത്ത് എന്ന് വെച്ചാൽ അകത്ത് തന്നെ ഇൻബിൽട്ട് ഫ്രീസർ ആയിട്ടുള്ളത്. ആൻഡ് പണ്ട് നമ്മുടെ അടുത്ത് ഒരു കെൽവിനേറ്ററിന് അങ്ങനത്തെ ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഐസ് ഇങ്ങനെ ചിരണ്ടി തിന്നാൻ മാത്രമേ നേരം ഉണ്ടായിട്ടുള്ളൂ. ബട്ട് നോ, ഞാൻ അപ്പോൾ പറഞ്ഞിരുന്നു നോ, എനിക്ക് ഡബിൾ ഡോർ തന്നെ വേണം, ഫ്രീസർ ആൻഡ് ഫ്രിഡ്ജ് സെപ്പറേറ്റ് ആയിട്ടുള്ള. ഇത് സാംസങ്ങിന്റെ ഏതോ ഒരു ഫ്രിഡ്ജ് ആണ് കേട്ടോ, എനിക്ക് അറിഞ്ഞൂടെ ഏതാ മോഡലിലൊക്കെ. അപ്പൊ ഈ ഫ്രിഡ്ജ് സ്പെസിഫിക്കലി ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ കാരണം ഇതായിരുന്നു അവിടെ ഏറ്റവും വിലക്കുറവ്. ഇല്ല, ഇത് ഏറ്റവും വിലക്കുറവല്ലായിരുന്നു, വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് ജസ്റ്റ് ഒരു സംഭവം ആഡഡ് ആണ്, അതുകൊണ്ട് ഇത് ഇച്ചിരി അങ്ങോട്ട് വില കൂടുതലായിരുന്നു കേട്ടാ. സോ യെസ്, അപ്പൊ അതായിരുന്നു ബാക്ക് സ്റ്റോറി. വാ നമുക്ക് ടൂർ സ്റ്റാർട്ട് ചെയ്യാം. ഈ നിധിപ്പെട്ടി തുറക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ ലൈഫിലെ നിധിയുടെ കൂടെ ഇവിടെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ 2023 ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ദ്വാരകയിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ? യെസ്, അവിടെ വെച്ച് നമ്മൾ എടുത്തത്. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഫോട്ടോ എവിടെയെങ്കിലും മുമ്പ് എടുപ്പിക്കാറില്ല. പക്ഷെ അന്ന് ഞങ്ങൾ രണ്ടൊരു സെയിം കളറിന്റെ ഒക്കെ ഔട്ട്ഫിറ്റ്സ് ഇട്ടിരുന്നു. അപ്പൊ ബോല ദ്വാരകാധീഷ് കി ജയ്. അപ്പൊ ദേ ഇവിടെ രണ്ടുപേര് വിളിച്ചത് പടം. യെസ്, നമ്മളൊരു സെയിം കളർ കണ്ടു എല്ലാവരും റോൾ അടിക്കണം. യെസ്, അന്ന് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അതാണ് ഈ ജാക്കറ്റ്. ഞാൻ ജാക്കറ്റ് ആൻഡ് മമ്മി സ്വെറ്റർ ഒക്കെ ഇട്ടേക്കണം കേട്ടോ. എന്റെ കണ്ട ഇത് ആൻഡ് ഇതില്ലേ, എനിക്ക് ബ്ലിങ്കിറ്റില് എനിക്ക് തോന്നുന്നു മദേഴ്സ് ഡേയുടെ അറൗണ്ട് എനിക്ക് ഇത് വെറുതെ കിട്ടിയതായിരുന്നു. സോ ഇതിനകത്ത് എല്ലാം ലാംഗ്വേജിലെ അമ്മമാരുടെ മമ്മി, മാ, അമ്മ, ആയി, മാത്തേ, ബേബേ. മമ്മൻ എവിടെ മമ്മൻ? അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ അവസ്ഥ. ആക്ച്വലി ഇതിനെക്കാട്ടും കട്ടപ്പൊക്കെ ആയിരുന്ന അവസ്ഥ. ഞാനൊരു ഒരാഴ്ച മുമ്പ് കുറച്ചൊരു ക്ലീൻ ചെയ്തിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടല്ല, കുറച്ച് വളിച്ച സംഭവങ്ങളുണ്ടായിരുന്നു. ഏതോ ഒരു 1-2 ക്യാരറ്റ് വളിച്ചിരിപ്പുണ്ടായിരുന്നു, കുക്കുംബർ ഒരെണ്ണം കൊണ്ട് വളിച്ചിരിപ്പുണ്ടായിരുന്നു, പിന്നെ പകുതി കഷ്ണം ക്യാപ്സിക്കം വളിച്ചിരിപ്പുണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പാലക്കിന്റെ യെസ് അതൊക്കെ കുറച്ച് ഇലകൾ ബാക്കിയുണ്ടായിരുന്നു, അതും വളിച്ചിരിപ്പുണ്ടായിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി മല്ലിയില ആൻഡ് ഉണങ്ങിയ കുറച്ച് കരിവേപ്പില ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞു, കാരണം ഒടുക്കത്തെ നാറ്റം കാരണം എനിക്ക് ഫ്രിഡ്ജ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൻഡ് അത് കാരണം എന്റെ ബാക്കി ഐറ്റംസ് ഒക്കെ ചീറ്റാവൂലേ. അപ്പൊ യെസ്, ഞാൻ ഗുഡ് ഗേൾ ആയിട്ട് അതൊക്കെ വൃത്തിയാക്കി. പക്ഷെ ബാക്കിയുള്ള അവസ്ഥ ആസ് യു കെൻ സീ നമ്മുടെ മെയിൻ പാർട്ടിനെക്കാട്ട് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്റെ ഡോർ പാർട്ടിലാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം അവർ ഫസ്റ്റ് ഫ്ലോർ. അല്ല, ഇത് ടോപ്പ് ഫ്ലോർ ആണ്. ഓക്കെ, അപ്പൊ ടോപ്പ് ഫ്ലോറിൽ ഇവിടെ ഏറ്റവും കൂടുതൽ തണുപ്പ് ഏക്കണ്ട ഐറ്റംസ് ഉണ്ടാവില്ല. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ഞാൻ വീട്ടിൽ പനീർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ലോ ഫാറ്റ് ഹൈ പ്രോട്ടീൻ പനീർ. പിന്നെ ഇവിടെ നമ്മുടെ അടുത്തുണ്ട് അൺസോൾട്ടഡ് ബട്ടർ, വളരെ റെയർ. പക്ഷെ ചില സമയത്തൊക്കെ ഞാൻ പറാഠയുടെ കൂടെ ഒക്കെ കഴിക്കാറുണ്ട്. ആക്ച്വലി അമൂലിന്റെ വൈറ്റ് മക്കൻ വന്നിട്ടുണ്ട്, അത് കണ്ടപ്പോൾ അത് യൂസ് ചെയ്ത്, പിന്നെ ഇതും പുറകെ വന്നപ്പോൾ ഇതും യൂസ് ചെയ്ത്. ഇത് ഇച്ചിരി യെല്ലോ കളറാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇത് യെല്ലോ കളറാണ്, പക്ഷെ ഉപ്പില്ല ഇതിനകത്ത്. മറ്റേ അമൂലിന്റെ വൈറ്റ് ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വെള്ള മക്കൻ ഉണ്ടാവില്ല, അതാ. ഇതെനിക്ക് തോന്നുന്നു പശുവും പാലാണ്. ആൻഡ് അമൂലിന്റെ ബട്ടർ വൈറ്റ് കളർ അല്ലേ, അത് ബഫല്ലോ മിൽക്ക് വെച്ചിട്ട് ഉണ്ടാക്കിക്കണോണ്ട് അത് വൈറ്റ് ആവണേ. പിന്നെ നമുക്ക് ഇവിടെ ഉണ്ട് ജെയിൻ ഡയറിയുടെ ടോഫു എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയ പനീർ. ഇത് വളരെ ലോ കാലറി ആൻഡ് ഹൈ പ്രോട്ടീൻ ആണ്. ആൻഡ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇപ്പം ഉണ്ടാക്കണ ഈ പനീറിന് നല്ല എന്താ പറയുക കാലറി കുറവാണ് ആൻഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ടുമേ പ്രത്യേക ഒരു പതുക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്തുള്ള മൂഡ് പോലെ ഉണ്ടാക്കും. പിന്നെ നമ്മുടെ കുറച്ച് മാറി ചൂസ് മീ. പിന്നെ ഈ നല്ല വൃത്തിയൊന്നും നിങ്ങൾക്ക് കാര്യമൊക്കെ ഉണ്ടോ, കാരണം ക്ലീൻ ആക്കിയിട്ട് കുറേ നാളായി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് ഇങ്ങനെ എന്താ പറയാ തണുപ്പേക്കണം എന്നുള്ള. ആക്ച്വലി ബീൻസിന് എന്തിനാ ഇവിടെ ആവശ്യം? ഇനിയാന്ന് മേടിച്ചിട്ട് എന്താ ഇങ്ങനെ ഐസും കട്ട പിടിച്ചിരിക്കണ എന്താ കൈസമ്മ? പക്ഷെ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോണു. വൈ ദിസ് കൊളവറി വൈ? ഞാൻ ഇവിടെ കണ്ടു കേട്ടിരുന്നിട്ട് ഇങ്ങനെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ മല്ലിയില തണ്ടേ പാടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇല്ല കണ്ട ഇങ്ങനെ നിൽക്കുന്നുള്ളു. അപ്പൊ ഇന്ന് വന്ന മല്ലിയില കണ്ട ഞാൻ ഒന്നിട്ട് നോക്കിയിട്ടുണ്ട്. നോക്കാം ഇനി ഇത് എത്ര നാളെ നിൽക്കുന്നു. യെസ്, മിനിയാന്ന് വന്ന ഈ കെട്ടിന് സർവൈവ് ചെയ്യാൻ പറ്റിയില്ല. ഇതിനകത്ത് ആക്ച്വലി വേറെ ഇലകളും ഉണ്ട് നല്ലത്, നമുക്ക് സെപ്പറേറ്റ് ആക്കി എടുക്കണം. പിന്നെ ഇവിടെ ഉണ്ട് പച്ചമുളക്, ഇത് ഇച്ചിരി എരിവ് കൂടുതലുള്ള മുളകാണ് കേട്ടോ. ആൻഡ് ഇത് തന്നെ എനിക്ക് വേണം, കാരണം മറ്റത് എരിവില്ലാണ്ട് ഒരു അർത്ഥമില്ലാണ്ട് വെറുതെ ഇടാറുണ്ടായിരുന്നു ഞാൻ. സോ ഇത് ഇച്ചിരി ഉണ്ട്, അപ്പൊ ഒരു അർത്ഥമുണ്ട്. ആർക്കാട്ട് വേണ്ടി പാവം ചീസ് കിടപ്പുണ്ട്, ഞാൻ നിന്നെ വേഗം തന്നെ ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ് ഉണ്ട് ഇവിടെ, ഓ മൈ ഗോഡ്, മുളച്ച അങ്ങാറ്റം എത്തി ഗൈസ്, വെളുത്തുള്ളി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യണം. എന്ത് ചെയ്യണം, അതുകൊണ്ട് ഇത് പാവം പുറകോട്ടായിട്ട്. ഇപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ പിന്നെ ക്ലീനിങ് ചെയ്തോളാം ഗൈസ്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്കുണ്ട് കുറച്ച് കൂളിംഗ് പാച്ചസ്
ഐ പാച്ചസ് കണ്ട. നെക്സ്റ്റ് താഴത്തെ ഫ്ലോർ ഇവിടെ. ഓക്കെ, കരിവേപ്പില തിരിച്ചു പോകൂ, താങ്കൾ മുകളിലായിരുന്നു. ഓക്കെ, ഇപ്പൊ ഇവിടെ ആദ്യം ഉണ്ട് നമുക്ക് ഈ ഒരു ഇഡ്ലി ദോശ ബാറ്റർ. സാധാരണ ഞാൻ വീട്ടിൽ തന്നെയാണ് ഇഡ്ലി ദോശ ബാറ്റർ ഉണ്ടാക്കാറ്, പക്ഷെ ഇത് പെട്ടെന്നൊരു ഇംപ്രോംപ്റ്റു ആയിട്ട് ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ മേടിച്ചതായിരുന്നു. ആൻഡ് ഇവിടെ ഉണ്ട് എൻ്റെ ആക്ച്വലി ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മീൽ പ്രെപ്പാണ് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ ഒരു 3 to 4 days അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെയുള്ള ഞാൻ മീൽ പ്രെപ്പ്. ഞാനിപ്പോൾ മീൽ പ്രെപ്പ് ഒക്കെ ചെയ്ത് 2 ആഴ്ചയായിട്ട് ചെയ്യണ്ട. എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആണ് ഗൈസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം 3 നേരം പല ഭക്ഷണമാണ്, പക്ഷെ അതേ ഭക്ഷണമാണ് എല്ലാ ദിവസവും റിപ്പീറ്റ് ആവണം. മനസ്സിലാവണണ്ട? യെസ്, എനിക്ക് ആദ്യമൊക്കെ അത് വെച്ച് കഴിഞ്ഞാൽ ആദ്യമല്ല, ആക്ച്വലി എനിക്ക് ഇപ്പോഴും അല്ലേ, ഒരു ദിവസം 2 ഭക്ഷണം എനിക്ക് റിപ്പീറ്റ് ആവില്ല. മമ്മി അതുപോലെ വഷളാക്കിയാൽ മക്കളെ വളർത്തിയേക്കണത്, അതുകൊണ്ടാണ്. ബട്ട് പാവ് ഭാജിയാണ് എനിക്ക് പ്രശ്നമില്ല, പക്ഷെ അതർവൈസ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഗൈസ്. പക്ഷേ ഇന്നത്തെ അതേ ഭക്ഷണം നാളെ അത് എത്ര നാൾ റിപ്പീറ്റ്, എനിക്ക് അങ്ങനെ പ്രശ്നമില്ല. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മീൽ പ്രെപ്പ് തുടങ്ങിയപ്പം. ആൻഡ് അത് ശരിക്കും എൻ്റെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്. ആൻഡ് ശരിക്കും എൻ്റെ കാലറി ഡെഫിസിറ്റിനെ സക്സസ്ഫുൾ ആക്കാണ്ട്. കാരണം ഞാൻ ഒട്ടുമേ കൺഫ്യൂസ് ആവില്ല ഇപ്പോൾ എന്തുണ്ടാക്കണോ ഏതുണ്ടാക്കണം. ഞാൻ നല്ല റെഡിയാണ്. യെസ്, എൻ്റെ ഫുഡ് റെഡിയാന്നുള്ളത് സാധാരണ ഇപ്പോൾ നടക്കണേ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇവിടെ ഉണ്ട് നമ്മുടെ ഒരെണ്ണമുള്ള ദൈവം. എൻ്റെ മീൽ പ്രെപ്പ് കഴിഞ്ഞ ഇന്നത്തോടെ. നാളെ ഇനി വീണ്ടും ഉണ്ടാക്കണമല്ലോ. ഓക്കെ, സാറില്ല. ഓക്കെ, ഇവിടെ നമുക്ക് മാവുണ്ട്. ഇത് ആക്ച്വലി ഹൈ പ്രോട്ടീൻ ദോശ മാവാണ് ഗൈസ്. ഈ സംഭവം ഇതെന്താ കോക്കോനട്ട് ചട്നി. ഇത് ചട്നിയായിരുന്നാ? ഓക്കെ, ഞാൻ വിചാരിച്ച് തേങ്ങ ചിരണ്ടിയതാണെന്ന്. ഓ മൈ ഗോഡ്, ഇത് ചട്നിയായിരുന്നു എനിക്ക് കിട്ടിയത്. വാവ്, അപ്പൊ എനിക്ക് ഇതിന്റെ കൂടെ കഴിക്കാളെ ഇനി എന്ത് വേണം? ഞാൻ വിചാരിച്ച് ഗ്രേറ്റഡ് കോക്കോനട്ട് ഉണ്ട്, അതാ ഞാൻ വിചാരിച്ചു. ഇതിനകത്ത് പുറകെ വായിച്ചപ്പോ അവര് പറഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. സാധാരണ ഗ്രേറ്റഡ് കോക്കോനട്ട് നമ്മൾ ഫ്രീസറിലല്ലേ വെക്കാം. ബാഡ്, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, അപ്പൊ ഇവിടെ പുറകെയിലുണ്ട് നമ്മുടെ അമുലിന്റെ കൗ ഘീയിൽ ഒളിഞ്ഞിരിക്കുന്നതാണ് മമ്മി എനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചതാ സ്പെഷ്യൽ. ചോറൊക്കെ കൊണ്ടുമ്പോ അതിന്റെ കൂടെ കഴിക്കാറുണ്ട്. മകൻ നമ്മുടെ മീൽ പ്രെപ്പിന്ന് ഒരാളാണ്. എവിടെ പോയി യെസ്, കാണുന്നുണ്ടോ ഗൈസ്? കുത്തി കയറ്റുണ്ട് ഞാൻ. ഓക്കെ, ഇവിടെ ഞാൻ മൂങ് ദാൽ ഇങ്ങനെ എന്താ പറയാ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ട് ട്ടാ. എനിക്ക് മൂങ് ദാൽ ചീല അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട്. 1 minute കുറച്ച് എന്താ പറയാ നമ്മുടെ യോഗട്ട് സൂക്ഷിച്ചു വെച്ചേക്കാണ് കേട്ടാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറ ഒഴിക്കാനായിട്ട് നമ്മൾ വയ്ക്കൂല്ലേ? യെസ്, അപ്പൊ അത് ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കാൻ. ഇതിനകത്ത് 2ലും നമുക്ക് സാമ്പാർ വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ ഒരു ഹൈ പ്രോട്ടീൻ ദോശയുടെ കൂടെ കഴിക്കാൻ. നെക്സ്റ്റ് ആണ് റിച്ച് സെക്ഷൻ. ഇവിടെ നമുക്ക് 2 സ്ട്രോബെറി ഉണ്ട് ഗൈസ്. ആക്ച്വലി ഇങ്ങിട്ട് അതൊക്കെ റേറ്റ് കുറച്ചിട്ടുണ്ട്. മേ ബി ഇതിന്റെ സീസൺ കഴിയാറായതുകൊണ്ടും ആകാം. മഹാബലേശ്വർ എന്താ പറയാ സ്ട്രോബെറി ഇട്ട എന്തെങ്കിലും ഒരു നല്ല റെസിപ്പി പറ ഗൈസ്. ലുക്ക് അറ്റ് ദിസ്. ഞാൻ ഇത് വെറുതെ തിന്നാറുണ്ട് കേട്ടോ ഇപ്പൊ എന്നും. യെസ്, വില കുഴഞ്ഞപ്പോ നമുക്ക് നല്ലോണം ഇറങ്ങുന്നുണ്ട്. ആൻഡ് ദെൻ ഇവിടെ ഉണ്ട് നമുക്ക് പാലക്. സോ ഇതാണ് ബേബി പാലക്. ആക്ച്വലി ഞാൻ പാലക് ഒരിക്കലും ഇങ്ങനെ മേടിക്കാറില്ല. സാധാരണ ബ്ലിങ്കിറ്റിൽ നിന്നൊന്നും ഞാൻ ഡയറക്റ്റ്ലി മാർക്കറ്റിൽ പോയിട്ട് ലാറിയിൽ നിന്നാണ് മേടിക്കുന്നത്. എനിക്ക് അതാണ് ഒന്നും കൂടി ഇഷ്ടം. പക്ഷെ ഇതൊരു നിവർത്തിയില്ലാണ്ട് പെട്ടെന്ന് മേടിക്കേണ്ടി വന്നതാണ്. അപ്പൊ ഇത് സ്ട്രോബെറീസ് ഒക്കെ മേടിച്ചപ്പോൾ അതിന്റെ കൂടെ ഇതും കൂടെ മേടിച്ചു. നല്ല എഫക്റ്റീവ് ചെറിയ ചെറിയ ഇലയായിട്ടുള്ള പാലക്കാണെന്നുള്ളത്. സോ യെസ്, ഇത് ഡെയിലി കൺസപ്ഷനിൽ വന്നതുണ്ട്. ഇവിടെ നമുക്കുള്ളതാണ് എന്നും നല്ല അടിപൊളി മസാല ചായ ഉണ്ടാക്കാനുള്ള ലോ ഫാറ്റ് മിൽക്ക്. നെക്സ്റ്റ് ആണ് വളരെ എന്താ പറയാൻ പറ്റില്ല, ഒരു സെക്ഷൻ ഇല്ല ഗൈസ്. എല്ലാവരും മിക്സായി. ഇവിടെ എല്ലാവരും ഒത്തുചേർന്നാ ജീവിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ട് നമുക്ക് പകുതി കഷ്ണം യെല്ലോ ക്യാപ്സിക്കം ആൻഡ് പകുതി ഗ്രീൻ ക്യാപ്സിക്കം. ഇവിടെ ഉണ്ട് നമുക്ക് ഒറിജിനൽ കിംചി. ഇത് ആക്ച്വലി ഇതുവരെ ഞാൻ എടുത്തിട്ടില്ല, നമുക്ക് എടുക്കണം. ഞാൻ ഇതിന് മുമ്പ് ഒരെണ്ണം തീർത്തതായിരുന്നു കേട്ടാ. ഇതല്ല, വേറെ ഒരു ബ്രാൻഡിന്റെ. സോ ഇത് ഞാൻ ട്രൈ ചെയ്യാൻ വിചാരിച്ച് മേടിച്ചതാണ്. ആൻഡ് ഇവിടെ ഉണ്ട് നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ വലിയ പാലക്കുന്നത്. ഇത് ഈ വലിയ പാലക്ക് വില കുറവ് എനിക്ക് ബ്ലിങ്കിറ്റിന് കിട്ടി. പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്താ വില കുറഞ്ഞെന്ന്. ഈ വലിയ പാലക്കിന് വലിയ ഗുണമില്ല, അതുകൊണ്ട് ആ വില കുറഞ്ഞു തന്നത് നമുക്ക്. ഓക്കെ, ഇതിനകത്ത് എന്തെന്നാണ് നോക്കട്ടെ. അവിഞ്ഞ് വളിച്ചിരിക്കുന്ന ഗാജർ കുക്കുംബർ ഇതിലുള്ളിൽ ഞാൻ അറിഞ്ഞില്ല ഗൈസ് ഈ ഒരു കാര്യം. ഇത് ആദ്യം തന്നെ അറിയിക്കണ്ടേ എനിക്ക്, അല്ലെങ്കിൽ തന്നെ കണ്ടെയ്നറിന്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. ഇത് കളഞ്ഞിട്ട് എനിക്ക് എന്തൊക്കെ ആക്കായിരുന്നു ഇതിനകത്ത്. നല്ല കുട്ടിയായിട്ട് ഇത് കഴുകാനിടാം. ഓക്കെ, വേറൊരു ഡബ്ബയുണ്ട്. എന്റെ അമ്മ ഇതെന്ത് ഇതിനകത്തും ഇങ്ങനെ എന്ത് ട്രെൻഡാണ് ഞാൻ ഫോളോ ചെയ്യണത്. ഇതിനകത്ത് കുക്കുംബർ ഗാജർ, ഇതെന്താ ഞാൻ ചെയ്തേക്കണേ? ഞാൻ മറന്നുപോയാ. ഓ മൈ ഗോഡ്, ദിസ് ഇസ് സോ ബാഡ്. എനിക്ക് എന്നെ തന്നെ പിച്ചാൻ തോന്നണുണ്ട്. ഈ ഒരു ഗോ ടു ജങ്ക്
കൊറിയൻ ചില്ലി പേസ്റ്റ്. ഇത് വെച്ചിട്ട് ഞാൻ ഒരു ഐറ്റം ഉണ്ടാക്കിയിരുന്നു കേട്ടോ ഗൈസ്. എന്തോ ഒരു ടേസ്റ്റി ആയിരുന്നു അറിയാം. മഷ്റൂംസ് ഉണ്ടാക്കിയിരുന്നു. നമ്മൾ ASMRലൊക്കെ കാണൂല അതുപോലത്തെ. സോ ടേസ്റ്റി. ഒന്ന് ഇവിടെ ഉണ്ട് നമുക്ക്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു എന്താ പറയാ പുതിയതായിട്ട് ഞാൻ കണ്ടുവരുന്ന കേട്ടോ ലോ ഫാറ്റ് ദഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ, ലോ ഫാറ്റ് തൈര്. പക്ഷെ ഞാനിപ്പോ ഉണ്ടാക്കണുണ്ടല്ലോ എന്തായാലും ലോ ഫാറ്റ് യോഗട്ട്. അപ്പൊ അത് കാരണം ഇതെന്തായാലും യൂസ് ചെയ്യണം, വേഗം തീർക്കാം നമുക്ക്. ഇങ്ങനെ മീൽ പ്രപ്പിന്റെ തന്നെ ഒരു ഐറ്റം ആണ് കേട്ടോ. ഒരു ഇതാണ് ഗൈസ്, എന്താ പറയാ ഗ്രേവി ഉണ്ടാക്കി വെച്ചേക്കാണ് ഫോർ ദ ഇൻസ്റ്റന്റ് യൂസ്. ഇനി നമുക്ക് വരുന്നതാണ് പച്ചക്കറി. ഇവിടെ നമ്മൾ ആദ്യം കണ്ട ബീൻസ്. യെസ്, അതിനെ ഇവിടെ ഞാൻ ട്രാൻസ്ഫർ ചെയ്തു. നീ ഇവിടെയാണ് കിടക്കേണ്ടത്. നീ എന്തിനാ മോളിൽ പോയിരുന്നത്? നീ എന്ത് വിചാരിച്ചു നീയും പച്ചമുളകും ഒരേപോലെ കാണാൻ? അപ്പൊ നിങ്ങൾക്ക് രണ്ടരയ്ക്ക് ഒന്നിക്കാൻ തോന്നോ? ഞാൻ സമ്മതിക്കുന്നു തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അതിനൊക്കെ. എനിക്ക് ആക്ച്വലി ഇങ്ങനെ തുറന്നു കിടക്കണത് എപ്പോഴും എന്തോ ഒരു ഗിജിമിജ തോന്നും. പിന്നെ എന്തിനാ ഞാൻ ഇങ്ങനെ തുറന്നിട്ടേക്കണേ? എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്ത സാധാരണ ഞാൻ വെക്കാറ്. നോക്കിയത് ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കുമ്പോൾ ഐ ഹാവ് ടു കവർ ഇറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് തക്കാളി ഉണ്ട്. ഇത് നാടൻ തക്കാളി. ഞാൻ അത് തന്നെ വേണം എനിക്ക്. അപ്പോഴേ കറികൾക്ക് നല്ല ടേസ്റ്റ് ഉള്ളൂ. ഞാൻ മാക്സിമം ഇതുപോലത്തെ നാടൻ തക്കാളി എപ്പോഴും മേടിക്കാറിട്ട. പിന്നെ നമുക്ക് ഇവിടെ ഉണ്ട് ഒരു ഉണങ്ങിയ ചിരട്ട വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് ഡ്രൈ തേങ്ങ ഇൻസൈഡ്. പിന്നെ ഇവിടെ നമുക്കൊരു ക്യാപ്സിക്കം വീണ്ടും ഞാൻ തുറന്നു വെച്ചേക്കണം. ക്യാപ്സിക്കം പിന്നെ പോട്ടെ, പക്ഷെ ഇത് ഓൾറെഡി ഞാൻ അരിഞ്ഞതാണ്. എന്നിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചാൽ ഇവിടെ ഉണ്ട് കസൂരി മേഥി. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസിലും ഇടുന്ന ഐറ്റം മതി. ആൻഡ് നമുക്കിവിടെ ഉണ്ട് മുരിങ്ങക്കായ്. ഞാൻ സാമ്പാർ ഉണ്ടാക്കൂലേ, അപ്പം അതിനകത്ത് ഇടും കേട്ടോ ഇത്. യെസ്, ഞാൻ ഇങ്ങനെ ഒന്നും സാധാരണ റോൾ അടിക്കാൻ മേടിക്കാറില്ല കേട്ടോ ഗൈസ്. പക്ഷെ ഞാൻ എപ്പോഴും മാർക്കറ്റിൽ പോയാൽ മേടിക്കാറ്. ഇത് ഒരു പ്രാവശ്യം മേടിച്ചപ്പോൾ നിങ്ങളുടെ കണ്ണിൽ പെട്ട് ഞാൻ. പിന്നെ നമുക്ക് ഇവിടെ എന്തെന്നുള്ള ഓക്കെ കുറച്ച് കുക്കുംബർ ഉണ്ട് കേട്ടോ. ഇവിടെ കുക്കുംബർ ഉണ്ട്. പിന്നെ ഇവിടെ ക്യാരറ്റ്. യെസ്, ക്യാരറ്റും ഉണ്ട്. യെസ്, ഇവരൊക്കെ അറിഞ്ഞൂടാ ഗൈസ്. ഇവരുടെ ചേട്ടന്മാര് ഇപ്പൊ നമ്മൾ കൊണ്ട കളഞ്ഞു എന്നുള്ളത് 2 ടിഫിനിലാക്കി വെച്ചേക്കുമായിരുന്നു. യെസ്, എന്നിട്ട് ഞാൻ അവരെ മറന്നു. ഐ എം സോറി. എന്നിട്ടാണ് നിങ്ങൾ വന്നത്. ഓക്കെ, ഇഞ്ചി ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ഞാൻ നിങ്ങളെ കാണിക്കണതേ എന്തോ എപ്പോഴും ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിപ്പിക്കണമായിട്ട് തോന്നണല്ലേ ഈ ഒരു സംഭവം. കാരണം എന്ത് ചെയ്യാനാ ഗൈസ്, ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിച്ച സമയത്ത് നിങ്ങളെ കണ്ട് ഞാൻ പെട്ടില്ല. പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് നാരങ്ങയുമുണ്ട്. ഓക്കെ, അപ്പൊ അതോടെ നമ്മുടെ മെയിൻ ഭാഗത്തെ ഫുൾ ടൂർ കഴിഞ്ഞോട്ടെ. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് കടക്കാം. ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ ഉള്ളതാണ് നമ്മൾ ഉണ്ടാക്കിയ. യെസ്, ആക്ച്വലി ഇതെന്റെ സെക്കൻഡ് ബാച്ച് ആണ് കേട്ടോ. അതൊക്കെ എപ്പോഴേ തീർന്നു ഉണ്ടാക്കിയത്. നമ്മുടെ ലോ ഫാറ്റ് ഗ്രീക്ക് യോഗട്ട്. ആക്ച്വലി ഇത് ഇങ്ങനെ ആയതിനു ശേഷം ഞാൻ വേറൊരു പാത്രത്തിലാക്കണതാ. ഇതിനെ പറയും നമ്മൾ മടി. ആൻഡ് ഇത് ആക്ച്വലി ഇതിന്റെ ഈ വെള്ളം അല്ല കേട്ടോ, ഇത് പനീറിൽ നിന്ന് എനിക്ക് കിട്ടിയ വെള്ളമാണ്. ഇത് രണ്ടുമേ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കൂലേ, അപ്പൊ അതിനകത്ത് യൂസ് ചെയ്യാം. ഇതാണ് എൻ്റെ മാജിക്കൽ റോസ്മേരി സ്കാൽപ്പ് സിറം അല്ല, ആക്ച്വലി ടോണർ ആണ് കേട്ടോ. ടോണിക് ടോണർ അങ്ങനെ പറയാം. ആൻഡ് ഇവരാണ് എന്നെ വഷളാക്കിയത്. ഈ ജിഞ്ചർ പേസ്റ്റ്, ഈ ഒരു ഗാർലിക് പേസ്റ്റ് കണ്ട, ഇവർ രണ്ടുപേരും കാരണം എനിക്ക് റിയൽ ആയിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കാൻ പറ്റണില്ല. എളുപ്പപ്പണിക്ക് നല്ലതാ, പക്ഷെ എന്താ പറയാ, ശരിക്കും നമ്മൾ ചിരണ്ടിട്ടൊക്കെ ഇട്ട് കഴിക്കണ സുഖം വേറെ ഗൈസ്. പിന്നെ ഇവിടെ കുറച്ച് ഇങ്ങനെ സോസുകൾ ഉണ്ട്. എന്താ പറയാ, ഇത് ഞാൻ ചാട്ടൊക്കെ ഉണ്ടാക്കൂലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭേൽ ചാട്ട് പാനിപൂരി പോലത്തെ ഐറ്റംസ് ഗൈസ്. സോ യെസ്, അപ്പൊ അതിനകത്തൊക്കെ യൂസ് ചെയ്യണതാണ്. ധനിയ പുതിന ചട്നി ഡിപ്പ്. ഇത് പൊളിയാണ് കേട്ടാ. ഞാൻ ഖമൺ അല്ലെങ്കിൽ അങ്ങനെ വല്ല ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കൂലേ, ഇപ്പൊ നിങ്ങൾ പക്കോട അല്ലെങ്കിൽ അങ്ങനത്തെ ബജിയ അങ്ങനെയൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇത്. പിന്നെ ഇതുപോലെ തന്നെ വേറൊരാളുണ്ടായിരുന്നല്ലോ അവിടെ പോയി. എനിക്ക് എപ്പോഴും ഈ ഒരു ബ്രാൻഡിന്റെ ആണ് കേട്ടോ ഇഷ്ടം. ഈ ഒരു മദേഴ്സ് റെസിപ്പിയുടെ ടാമറിൻ ഡേറ്റ് ചട്നി. എനിക്ക് ഇതിൻ്റെയാണ് ഏറ്റവും കൂടുതൽ ഇതുവരെ ഇഷ്ടപ്പെട്ടേക്കണത്. ജീര പൗഡർ, ബ്ലാക്ക് സോൾട്ട്, പിസ്സ പാസ്ത സോസ്. എന്തെന്നാ ഈ നീല, അതെനിക്കറിയാലോ. മിൽക്ക് മെയ്ഡ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നമുക്ക് ഉപയോഗിക്കാട്ടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഈ ഒരു കാലറി ഡെഫിസിറ്റിൽ ഞാൻ എവിടെ പോകുന്നേ. നോ ഓണിയൻ, നോ ഗാർലിക്, പനീർ ബട്ടർ മസാല മിക്സ്. ഇത് നല്ലതാട്ടോ, നല്ല ടേസ്റ്റ്. എന്തെങ്കിലുമൊക്കെ എന്ന് വെച്ചാൽ പനീർ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാ കാലത്തൊക്കെ ഞാൻ അതൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഗൈസ്. സോ പിന്നെ ഇവിടെ നമുക്കുണ്ട് ഷെസ്വാൻ പേസ്റ്റ് ചട്നി, അത് സംഭവം കേട്ടോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ. ചിരട്ട പുട്ട് ഉണ്ടാക്കാനായിട്ട് ഞാൻ എപ്പോഴും ഈ ഒരു സംഭവം സൂക്ഷിച്ചു വെക്കും ഗൈസ്. എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് ഉണ്ടാക്കും. എന്ത് വെള്ളമാണ് നമുക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമുക്കിത് ഇവിടെ നിന്ന് മാറ്റാം. അപ്പൊ അത്രയെങ്കിലും സ്ഥലം കിട്ടും എനിക്ക്. ഓക്കെ, ഞങ്ങളുടെ ഇങ്ങോട്ട് മാറിക്കോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഉടമസ്ഥയോടെ എങ്ങനെ തോന്നണം? നെക്സ്റ്റ് ആണ് ഇവിടെ നമുക്ക് കുറെ ഐറ്റംസ് ഉണ്ടല്ലോ. യെസ്, ആദ്യം നമുക്ക് ഇവിടെ ഉള്ളതാണ് റായത്ത മസാല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മനസ്സിലായാലോ, കച്ചുമ്പറൊക്കെ ഉണ്ടാക്കൂല, അപ്പൊ അതിനകത്തൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ്. ഇത് ആക്ച്വലി എക്സ്പയർ ആയോ നോക്കട്ടെ.
യെസ്, ഈ ഒരു ഫെബ്രുവരിയിലാവും ഗൈസ്. നമുക്ക് വേഗം തന്നെ ഇതിനെ തീർക്കാം. ഇവിടെ നമുക്കുണ്ട് കോൺഫ്ലോർ കോൺസ്റ്റാർച്ച്. സ്കൂളിലും അങ്ങനെ ആവശ്യം വരാറേ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഇപ്പോഴാണ് ഞാൻ നല്ല നല്ല റെസിപ്പീസൊക്കെ കണ്ടുവന്നത്. ആൻഡ് ഇത് കുറെ നാളായി ഞാൻ മേടിച്ചത്. ഇതിന്റെ എക്സ്പയറി കഴിഞ്ഞിട്ട് എത്ര നാളായി? ഓ മൈ ഗോഡ്, ഇത് 2024 എക്സ്പയർ ആയതാണോ? ഭാഗ്യം 2025 ഞാൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് മാറ്റാട്ടോ. കുറെ നാളായിട്ട് ഒരു കെച്ചപ്പ് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. എനിക്ക് അതിന്റെ പേര് ഓർമ്മയില്ല. അപ്പൊ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യാറുള്ള ഈ ഒരു മാഗിയുടെ കെച്ചപ്പ്. ആൻഡ് ഇത് ശരിക്കും നല്ല ടേസ്റ്റ്. ആ പണ്ടത്തെ ആ ഒരു നൊസ്റ്റാൾജിയ ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. പിസ്സ ഉണ്ടാക്കാറുണ്ട് ഗൈസ്, നല്ല ഹൈ പ്രോട്ടീൻ ബേസ് ഒക്കെ ആയിട്ട്. സോ അതിനകത്ത് ഞാൻ യൂസ് ചെയ്യാറുള്ള, എനിക്ക് ഹലപ്പനോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒലീവ്സിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഹലപ്പനോ യൂസ് ചെയ്യണതാണ്. പിന്നെ ഇവിടെ നമുക്ക് ഒലീവ്സ് ഉണ്ട്, ബ്ലാക്ക് സ്ലൈസ്ഡ് ബ്ലാക്ക് ഒലീവ്സ്. ഇത് നമ്മൾ കൂടുതലും എന്താ പറയാ, ഈ റോളടി ഫുഡ് ഉണ്ടാവില്ല, പിസ്സ, അതൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഇത് യൂസ് ചെയ്യാറ്. ഞാൻ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരാള്, പനീർ ടിക്ക മസാല. അത് കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി ഞാൻ ഇതിലേക്ക് ചാടിച്ചത്. യെസ് ഗൈസ്, ഞാൻ അതിനെ കുറച്ച് തേച്ചു. കുറച്ചിങ്ങനെ പൊടികൾ ഉണ്ടാവൂലേ, ഞാൻ എന്തിനാ ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് തോന്നി ഇതിന്റെ കുറച്ചുകൂടെ ഷെൽഫ് ലൈഫ് കൂടിയാലോ. സോ ഇവിടെ നമുക്കുണ്ട് പിസ്സ സീസണിങ്. ഓഹോ കുത്തി നിറഞ്ഞിരിക്കാം. കോൺഫ്ലോർ മാറ്റിയോണ്ട് നമുക്ക് ഇവിടെ സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഉണ്ട് മൊമോസ് ചട്നി ഇല്ല അന്ന് ഞാൻ കാണിച്ചത്. യെസ്. പിന്നെ ഇവിടെ ഉണ്ട് നമുക്ക് പെരി പെരി, മൈ ഫേവറേറ്റ്. പിന്നെ ഇവിടെ ഉണ്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സ്. ഇതും അതുപോലത്തെ ഒരു സാധനമുള്ള പിസ്സ. ഇത് ഒറിഗാനോ സീസണിങ്. എനിക്ക് ആക്ച്വലി ഡിഫറൻസ് അറിഞ്ഞുകൂടാട്ട. ഒറിഗാനോ സീസണിങ് ആൻഡ് പിസ്സ സീസണിങ്ങിൽ എന്താ വ്യത്യാസം? ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. പിന്നെ ഇവിടെ നമുക്കുണ്ട് ഒരിക്കലും എക്സ്പയർ ആവാത്ത ഈ ഒരു വനില എസൻസ്. യെസ് ഗൈസ്, ഇത് എത്ര നാളായി മേടിച്ചിട്ട് ഇതുവരെ എക്സ്പയർ ആയിട്ടില്ല. ഞാൻ എപ്പോഴും ഡേറ്റ് നോക്കാറുണ്ട് കേട്ടോ. എൻ്റെ അത് എക്സ്പയർ ആവാത്തോണ്ട് എനിക്ക് വേറെ മേടിക്കാനും തോന്നുന്നില്ല. ഇതാണ് എന്താ പറയാ, അനാവശ്യം എന്ന് പറയാൻ പറ്റില്ല, ആവശ്യമുള്ളവർക്ക് ആവശ്യം തന്നെ. എന്നുവെച്ചാൽ ലെമൺ ജ്യൂസ് ഉണ്ടാവൂലേ, അത് ഈ കുപ്പിയിൽ നിറച്ചു വെച്ചേക്കണം. നമുക്ക് നാരങ്ങ വെള്ളം ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെസിപ്പിയിൽ നമ്മൾ നാരങ്ങ ജ്യൂസ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് ഡയറക്റ്റ്ലി യൂസ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ഓർഗാനിക് ആയിട്ട് നാരങ്ങ യൂസ് ചെയ്യണം. അതുകൊണ്ട് അതിന് അത്രയും ഉപകാരം വന്നില്ല. എന്തെങ്കിലും വന്ന് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇതെന്തെന്നാണ് ആക്ച്വലി ചായ മസാലയാണോ? അല്ല, ഇത് എന്റെ പാവ് ഭാജി മസാലയാണ്. പാവ് ഭാജി മസാലയാണ് ഗൈസ്. താഴെ ഇവിടെ ഞാൻ ഇപ്പൊ ഒരു 2-3 ദിവസം മുമ്പേ മേടിച്ചോളൂട്ട്. എനിക്കെന്തോ ആർത്തി മുട്ടി. കുറെ നാളായി കുറച്ച് ഇങ്ങനത്തെ എന്താ പറയാ ഇതുപോലത്തെ സംഭവം. ഇതെന്തെന്നാന്നറിയാം? ഇതാണ് ചുന്തോ. ചുന്തോ എന്ന് പറഞ്ഞാ ഇതാണ് ഗുജറാത്തി ചുന്തോ. ചുന്തോ എന്തെന്നാന്നറിയാമോ? ഈ മധുരമുള്ള മാങ്ങ ചിരണ്ടിയ അച്ചാറ് പോലെ ഇരിക്കും, പക്ഷെ അച്ചാറാണെന്ന് പറയാൻ പറ്റില്ല. അതെ ആണെന്നാലും, എരിവുണ്ട്, പുളിയുണ്ട്, മധുരം. ദിസ് ഇസ് സോ ഗുഡ്, മൈ ഫേവറേറ്റ്. പണ്ടൊക്കെ ഇത് ഒരു സ്പൂണിന് വേണ്ടി ഞാനും ചേച്ചിയൊക്കെ എന്തോ തമ്മി തല്ലിയിട്ടുണ്ട് ഗൈസ്. സൈസ് ഇപ്പം ഞാൻ ആർത്തി മുട്ടി ഇതൊക്കെ മേടിക്കും. ആൻഡ് നെക്സ്റ്റ് ഇതൊരു പുതുമയായിരുന്നു ആൻഡ് ഐ ആക്ച്വലി ലൈക്ക് ഇറ്റ്. ഇതാണ് രാജസ്ഥാനി സ്വീറ്റ് ലൈം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാങ്ങയുടെ അല്ലേ, അപ്പൊ ഇത് നാരങ്ങയുടെ മധുരമുള്ള അച്ചാർ. ഗാർലിക് പിക്കൽ മേടിച്ചു. ഇത് നോർമലാണെന്ന് വെച്ചാൽ വലിയ കാര്യം പറയാനായിട്ട്. ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പുലാവ് അതുപോലത്തെ ഒക്കെ റൈസ് ഒക്കെ നമ്മൾ കഴിക്കൂലേ, അപ്പൊ അതിന്റെ കൂടി ഇത് നല്ല ടേസ്റ്റ് ആണ്. പഞ്ചാബി മാംഗോ അച്ചാറാണ്. ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ചെയ്യൂല, കാരണം എനിക്ക് നെഞ്ചെരിഞ്ഞ് പുകയും ഗൈസ് ഇതിന്ന്. അതുകൊണ്ട് ഞാൻ വളരെ തുണ്ടു കഷ്ണമാണ് ഞാൻ യൂസ് ചെയ്യണത്. അതിനകത്ത് 2027 വരെ ലാസ്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. തുണ്ടുമായിട്ട് എന്തെങ്കിലും ഇത് തീരും. പിന്നെ ഇവിടെ നമുക്ക് 2 മസാല ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് എന്തൊക്കെ ഒഴുകണമുണ്ട്. ഇത് എവിടെ നിന്നാണിത്? ഇതെന്തെന്നാ ഈ ഒഴുകണ ഇവിടെ നിന്ന്? എന്തോ പർപ്പിളൊക്കെ ഒഴുകണുണ്ടല്ലോ. സുഹാന സബ്ജി മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കൂലേ. പിന്നെ ഇവിടെ ഉണ്ട് സാമ്പാർ മസാല. ഇത് ആക്ച്വലി ഞാൻ യൂസ് ചെയ്യാറില്ല, കാരണം മമ്മി എനിക്ക് വേണ്ടി സാമ്പാർ പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ യെസ്, അപ്പൊ ഇതിന് വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കൂലേ, അപ്പൊ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഭാഗത്തെ ഫുൾ ഏഷ്യന് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ അടയ്ക്കാം. And now let's move on to freezer. ഗൈസ് കൂടുതല് എന്തൊരു സുഖം. പതുക്കെ ചൂട് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ പെട്ടെന്ന്, കാരണം എനിക്ക് പുതപ്പ് വേണം എന്നാ പുതപ്പ് വേണ്ട, അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടുണ്ട്. പക്ഷെ രാവിലെ ഞാൻ പറ്റിക്കപ്പെട്ട് ഭയങ്കര നടപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ എന്താ സംഭവം, ഇവിടെ നിങ്ങളൊന്നും കാണുന്നില്ലല്ലോ. പക്ഷെ 2 ആഴ്ച മുമ്പ് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. കണ്ടോ കൊട്ട കണക്കിന് നാച്ചുറൽസിന്റെ ഐസ്ക്രീം. ആക്ച്വലി നാച്ചുറൽസിന്റെ ഐസ്ക്രീം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ട്രൈ ചെയ്തപ്പോ ആർത്തി മുട്ടി മേടിച്ചു. ഓ മൈ ഗോഡ്, സോ ഗുഡ്. ഞാൻ മോസ്റ്റ്ലി എല്ലാ ഫ്ലേവേഴ്സും ട്രൈ ചെയ്യേണ്ട. അതിനകത്ത് കേസർ പിസ്ത ബാക്കിയുണ്ട്, പിന്നെ ചോക്കോ ആൽമണ്ട് ബാക്കിയുണ്ട്. ബാക്കി എല്ലാം ഞാൻ അതിനകത്ത് ട്രൈ ചെയ്തതാണ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ചോക്കോ ചിപ്പ് ഐസ്ക്രീം. ഓ ഗോഡ്, സോ ഗുഡ്. കാരണം അതിനകത്തുള്ള ചിപ്സ്
ഒന്നും പറയാനില്ല. അതിൻ്റെ എഫക്റ്റ് ആയിട്ട് ഇത് എനിക്ക് ഇവിടെ ആൾക്കാർ വന്നിരുന്നിട്ട് അപ്പം ഞാൻ അത് പൂർണ്ണമായി നിർത്തി. അത് കഴിഞ്ഞാൽ ആക്ച്വലി ഡെഫിസിറ്റിലോട്ട് പോയി. അതുകൊണ്ട് ഇതൊക്കെ നന്നായിട്ട് അമർന്ന് ഞാനിപ്പോൾ സ്കിന്നൊക്കെ തന്നെ നോർമൽ ആയിട്ടുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. അതാണ് ഈ അച്ചാറിൻ്റെ ഒക്കെ കേസ് ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ട് വളരെ കുറവേ കഴിക്കുള്ളൂ, കാരണം സ്കിന്നിനൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് കോൺ, ഫ്രോസൺ കോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കായി ചോളം. നെക്സ്റ്റ് ഇവിടെ നമുക്കുണ്ട് ഗ്രീൻ പീസ്. ഇത് റെഗുലർലി എന്തെങ്കിലുമൊക്കെ ഇടാറുണ്ട് ഞാൻ പുലാവിലൊക്കെ. ഓഹോഹോ, ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ ഇവരൊന്നും പറയണ്ട. ഇനി ഇവിടെ നമുക്ക് കുറച്ച് ഇങ്ങനെ തേങ്ങ കൊത്തുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചട്നിയൊക്കെ ഉണ്ടാക്കൂലേ, അപ്പം ഞാൻ അത് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം നമുക്ക് ആക്ച്വലി ചട്നി തന്നെ കിട്ടിയിട്ടുണ്ടല്ലേ, അതുകൊണ്ട് നമുക്കിപ്പോൾ വേണ്ട. ഇവിടെ നമുക്ക് പിന്നെ ഉണ്ട്, ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഈ ബോട്ടിൽസ്? ഇത് ഞാൻ ഇപ്പോഴും വച്ചിട്ടുണ്ട് കേട്ടോ, 3 ഒരെണ്ണം ആക്ച്വലി പൊട്ടിപ്പോയി. നമ്മുടെ കൂളറിനകത്ത് യൂസ് ചെയ്യാറുണ്ടായിരുന്ന ബോട്ടിൽസ്. പിന്നെ ഇവിടെ നമ്മുടെ ഐസ് ട്രേ ആണ്. ഇത് ഓൾറെഡി ഇൻബിൽട്ട് ആണ്, ഇത് ഔട്ട് ബിൽട്ട് ചെയ്ത് ഞാൻ മേടിച്ചതായിരുന്നു കേട്ടോ. സോ ഇത് നമ്മൾ എന്താ പറയുക, ഫുഡിനൊക്കെ യൂസ് ചെയ്യാറുള്ളത്, അതും യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് കൂടുതൽ എൻ്റെ സ്കിൻ കെയർ ആൻഡ് എൻ്റെ ഫേസ് ഡിപ്പൊക്കെ ചെയ്യൂല, അതിനകത്തൊക്കെ ഞാൻ കൂടുതലാണ് യൂസ് ചെയ്യാറ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് കേട്ടോ. ആക്ച്വലി എനിക്ക് കുറേ സംഭവങ്ങൾ ഇനി മേടിക്കാനുണ്ട്, കാരണം ഒന്നുമില്ലാന്ന് തോന്നി. എനിക്ക് പച്ചക്കറികളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടൊന്നുമില്ല, അത്യാവശ്യം ഉണ്ട്. പക്ഷേ തക്കാളി അതുപോലത്തെ ബേസിക് ഉള്ളൂ. കുറച്ച് വെണ്ടയ്ക്ക അങ്ങനത്തെ ഒക്കെ കുറച്ച് ഐറ്റംസ് എനിക്ക് മേടിക്കണം എന്നുണ്ട്. പക്ഷേ ഇതൊക്കെ തീരട്ടെ ഗൈസ്, പിന്നെ ഒന്നും തീരൂല, അതാണ്. പിന്നെ എനിക്ക് മീൽ പ്രെപ്പ് ചെയ്യാനുണ്ട്, അതെനിക്ക് നാളെ തന്നെ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ മറ്റന്നാൾ മുതൽ പട്ടിണി ഇപ്പം. നാളത്തേക്കുള്ളതുണ്ട്, ഇപ്പം നമ്മൾ കണ്ടില്ല, അതൊക്കെ ഉണ്ട്. നാളെ ഇനിയിരുന്ന് മീൽ പ്രെപ്പ് ചെയ്യണം. സോ യെസ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഫ്രിഡ്ജ് ടൂർ. വേഗം തന്നെ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തു ആൻഡ് ലെറ്റ് മീ നോ നമ്മുടെ നിധിപ്പെട്ടി എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ശരി, നെക്സ്റ്റ് വ്ളോഗ് വെച്ച് നമുക്ക് വേഗം തന്നെ കാണാം. ഓൾവേസ് റിമെമ്പർ ദാറ്റ് ഐ പർപ്പൽ യു ഓൾ. ബൈ.